എന്താ ഇത്ര ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. അതാ ഈ സാധനമാണ്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ചക്കക്കുരുവിൻ്റെ പാട. ഇത് വെച്ചിട്ടൊരു മെഴുക്കുവരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ എണ്ണയിൽ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതിന് മെഴുക്കുവരട്ടി എന്നാണ് പറയണേ. പക്ഷെ നമ്മളിപ്പോൾ ഒരു കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. എന്നാലും ഇതിന് മെഴുക്കുവരട്ടി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മൾ ആ ചക്കക്കുരുവിൻ്റെ പാടയും കൂടി ഇട്ട് അതിലേക്ക് സവോളയോ അല്ലെങ്കിൽ കൊച്ചുള്ളിയോ എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കുറച്ച് പച്ചമുളകും ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം. കൊച്ചുള്ളി ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടോ എന്നൊരു സംശയം, അല്ലെങ്കിൽ കൊച്ചുള്ളിക്ക് ഒരു ടേസ്റ്റ് കൂടുതലുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ തട്ടിപ്പൊത്തി വയ്ക്കാമെന്ന് അറിയില്ലേ, അതുപോലെ ഒന്ന് പൊത്തി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അത്രേ ഉള്ളൂ. കാരണം അത് വളരെ നൈസായിട്ടുള്ളൊരു സാധനമല്ലേ, അപ്പോൾ അതിന് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ആ മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, വളരെ കുറച്ച്. ഇനി തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് തേങ്ങ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. കുറച്ച് നേരം അവിടെ കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. സംഭവം അടിപൊളി കേട്ടോ. ചുമ്മാ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ചക്കക്കുരു ഈ ചക്കയുടെ പാടയൊക്കെ ചക്കക്കുരുവിൻ്റെ പാടയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വെറുതെ കളയണ്ട കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് വൈകിട്ടൊക്കെ കഴിക്കാൻ സംഭവം അടിപൊളിയാണ്. ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇതൊക്കെ വൈകുന്നേരം കഴിക്കാൻ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ട ലൈക്കും ഫോളോയും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.